ഈ ഓണത്തിന് നമ്മളെ കാത്തിരിക്കുന്നത് ഒരു ലോഡ് സർപ്രൈസുകളാണ്. മലയാള സിനിമ തന്നെ നമുക്ക് ആ സർപ്രൈസുകൾ ഒരുക്കി വെച്ചത് ഓണത്തിന് തരാൻ പോവുകയാണ്. സർപ്രൈസുകൾ എന്തെന്നല്ലേ, റിലീസിനോടനുബന്ധിച്ച് നിങ്ങൾ കാണാൻ കയറുന്ന ഓരോ ചിത്രത്തിലും ഓരോ ഗംഭീര സർപ്രൈസുകൾ ഉണ്ട് എന്നതാണ് ഇപ്പോൾ പറയാൻ കഴിയുന്നത്. നിങ്ങളൊരു മോഹൻലാൽ ചിത്രത്തിന് ഓണത്തിന് കയറിയാലും, ഒരു ഫഹദ് ഫാസിൽ ചിത്രത്തിന് കയറിയാലും, ഒരു നസ്ലൻ ചിത്രത്തിന് കയറിയാലും നിങ്ങളെ കാത്തിരിക്കുന്നത് വമ്പൻ സർപ്രൈസുകളാണ്. ഓണത്തിന് എന്തായാലും വമ്പൻ ഒരു ക്ലാഷ് ആണ് ബോക്സ് ഓഫീസിൽ നടക്കാൻ പോകുന്നത്. 2025 ബോക്സ് ഓഫീസിൽ കളക്ഷൻ റെക്കോർഡുകൾ ഇട്ട് മുന്നേറിയ മലയാള സിനിമ ഇപ്പോൾ ഒരൽപ്പം തണുപ്പൻ മട്ടിലാണ്. സിനിമകളുടെ റിലീസിൽ വലിയ കുറവുണ്ടായിട്ടുണ്ടെങ്കിലും മമ്മൂട്ടി ചിത്രങ്ങളടക്കം വലിയ നേട്ടമുണ്ടാകാതെ തിയേറ്റർ വിട്ടിരിക്കുകയാണ്. അതേസമയം എമ്പുരാനും തുടരും വലിയ നേട്ടങ്ങൾ ഉണ്ടാക്കുകയും ചെയ്തു. ഇനി മലയാളം ഉറ്റുനോക്കുന്നത് ഓണം റിലീസിലേക്കാണ്. സെപ്റ്റംബർ 5 ഓണം എത്തുമ്പോൾ ഒരാഴ്ച മുൻപേ മലയാള സിനിമകൾ തിയേറ്ററുകളിൽ എത്തും. മോഹൻലാൽ സത്യനന്ദിക്കാട് കൂട്ടുകെട്ടിൽ ഒരുങ്ങുന്ന ഹൃദയപൂർവ്വം ഓഗസ്റ്റ് 28 തിയേറ്ററിലേക്ക് എത്തും. 20 വർഷങ്ങൾക്ക് ശേഷം ഒന്നിക്കുന്ന ചിത്രമാണിത്. സത്യനന്ദിക്കാട് സ്റ്റൈലിൽ മോഹൻലാലിനെ കാണാനുള്ള കാത്തിരിപ്പിലാണ് പ്രേക്ഷകർ. ഹൃദയപൂർവ്വം ഒരു ഫീൽ ഗുഡ് സിനിമയായിരിക്കും. എന്നാൽ സത്യേട്ടന്റെ സാധാരണ സിനിമകളിൽ നിന്നൊക്കെ മാറിയ ഒരു കഥയാണ്. അതിനുവേണ്ടി കാത്തിരിക്കാം എന്നാണ് സിനിമയെക്കുറിച്ച് മോഹൻലാൽ അടക്കം പറഞ്ഞിരിക്കുന്നത്. അൽതാഫ് സലീം ഒരുക്കുന്ന ഓടും കുതിര ചാടും കുതിരയാണ് ഓണത്തിന് എത്തുന്ന അടുത്ത ചിത്രം. ഈ ചിത്രവും ഓഗസ്റ്റ് 28 തിയേറ്ററിലേക്ക് എത്തുകയാണ്. ഞണ്ടുകളുടെ നാട്ടിൽ ഒരിടവേള എന്ന ചിത്രത്തിന് ശേഷം അൽതാഫ് ചെയ്യുന്ന ചിത്രമാണിത്. ഫഹദ് ഫാസിൽ നായക വേഷത്തിലെത്തുന്ന ചിത്രത്തിൽ കല്യാണി പ്രിയദർശൻ, രേവതി എന്നിവരാണ് നായികമാർ. ചിത്രം പ്രോപ്പർ റൊമാൻറ്റിക് കോമഡി ആണെന്നും ഒരുപാട് ചിരിക്കാനുള്ള വകയുണ്ടാകുമെന്നുമാണ് നിർമ്മാതാവായ ആഷിഖ് ഉസ്മാൻ പറഞ്ഞിരിക്കുന്നത്. മലയാളത്തിലെ ആദ്യ വുമൺ സൂപ്പർ ഹീറോയെ അവതരിപ്പിക്കുന്ന ലോക ചാപ്റ്റർ 1 ചന്ദ്ര എന്ന ചിത്രമാണ് ഓണത്തിനെത്തുന്ന അടുത്ത ചിത്രം. കല്യാണി പ്രിയദർശൻ സൂപ്പർ ഹീറോയായി എത്തുന്ന ചിത്രത്തിന് നസ്ലനാണ് മറ്റൊരു കേന്ദ്ര കഥാപാത്രത്തെ അവതരിപ്പിക്കുന്നത്. വേഫെയർ ഫിലിംസിന്റെ ബാനറിൽ ദുൽഖർ സൽമാൻ നിർമ്മിക്കുന്ന ചിത്രം സംവിധാനം ചെയ്യുന്നത് ഡൊമിനിക് അരുൺ ആണ്. ലോക എന്ന സൂപ്പർ ഹീറോ സിനിമാറ്റിക് യൂണിവേഴ്സിലെ ആദ്യ ചിത്രം കൂടിയാണ് ഇത്. സിനിമ ഓഗസ്റ്റ് 29 തിയേറ്ററിലേക്ക് എത്തുമെന്നാണ് റിപ്പോർട്ടുകൾ. റിലീസ് തീയതി അണിയറ പ്രവർത്തകർ വൈകാതെ ഔദ്യോഗികമായി പുറത്തുവിടും. ഇതുകൂടാതെ ഷൈൻ നിഗം നായകനാകുന്ന ബാൾട്ടി എന്ന ചിത്രവും ഓണം റിലീസായി എത്തുന്നുണ്ട്. നവാഗതനായ ഉണ്ണി ശിവലിംഗമാണ് ചിത്രം സംവിധാനം ചെയ്യുന്നത്. സ്പോർട്സ് ആക്ഷൻ ജോണറിലെത്തുന്ന ചിത്രത്തിൽ ഉദയൻ എന്ന കഥാപാത്രമായാണ് ഷൈൻ എത്തുന്നത്. താരത്തിന്റെ 25ാമത്തെ ചിത്രമാണിത്. ഈ സിനിമയും ഓഗസ്റ്റ് അവസാന വാരം തിയേറ്ററിലേക്ക് എത്തുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. ഇതുകൂടാതെ മറ്റു ചില മലയാള സിനിമകൾ കൂടി ഓണത്തിന് നമ്മുടെ മുന്നിലേക്ക് എത്തുന്നുണ്ട്. ഒന്നിന്റെയും റിലീസ് പ്രഖ്യാപിച്ചിട്ടില്ല. പക്ഷേ മേജർ റിലീസുകൾ ഈ പറഞ്ഞവയൊക്കെയാണ്. ഈ മേജർ റിലീസിലും നിങ്ങൾക്ക് സർപ്രൈസ് നൽകാൻ വേണ്ടി ചില കാര്യങ്ങൾ ഈ സിനിമയിൽ അണിയറ പ്രവർത്തകർ വെച്ചിട്ടുണ്ട് എന്നതാണ് ഞാൻ നേരത്തെ പറഞ്ഞ കാര്യം. അതെ, ഓണത്തിന് ഈ ചിത്രങ്ങൾ നമ്മൾ കാണാൻ പോയാലും ഈ ചിത്രത്തിൽ നിങ്ങൾക്കൊരു വമ്പൻ സർപ്രൈസുകൾ ഒളിഞ്ഞിരിപ്പുണ്ട്. ഇപ്പോൾ ഓരോ സിനിമയിലെയും സർപ്രൈസുകൾ എന്തെന്ന് പറഞ്ഞാൽ ആ ചിത്രത്തിൽ ഒരു സർപ്രൈസ് കഥാപാത്രം ഉണ്ടാകും എന്നതാണ്. ഇപ്പോൾ ചില ക്യാമിയോകളിലൂടെ നമ്മളെ ഞെട്ടിപ്പിക്കുന്ന ചില കഥാപാത്രങ്ങൾ എത്താറുണ്ടല്ലോ. മോഹൻലാലിനെ തന്നെ ചില സിനിമകളിൽ ക്യാമിയോ ഇട്ട് നമ്മളെ ഞെട്ടിപ്പിച്ചിട്ടുണ്ട്. അതുപോലെ സർപ്രൈസായി എത്താൻ പോകുന്ന ചില ക്യാമിയോകൾ ഈ വരുന്ന ഓണചിത്രങ്ങളിലും ഉണ്ടാകും എന്നതാണ്. അതും വമ്പൻ സർപ്രൈസ്. ഹൃദയപൂർവ്വം എന്ന മോഹൻലാൽ ചിത്രത്തിൽ ഒരു സർപ്രൈസ് ഉണ്ട്. അത് സാക്ഷാൽ ഫഹദ് ഫാസിൽ ഒരു ക്യാമിയോയിൽ എത്തുന്നു എന്നതാണ് ഇപ്പോൾ പറയുന്ന ഏറ്റവും വലിയ ആദ്യ സർപ്രൈസ്. മലയാളത്തിലെ വരാനിരിക്കുന്ന താര ക്യാമിയോകൾ, എക്സ്റ്റൻഡഡ് ക്യാമിയോകൾ എന്നതൊക്കെയാണ് ഈ പറയാൻ പോകുന്ന ലിസ്റ്റിൽ വരുന്നത്. ഹൃദയപൂർവ്വത്തിൽ ഫഹദ് ഫാസിൽ എത്തുമ്പോൾ ഓണത്തിനിറങ്ങുന്ന ലോക എന്ന ചിത്രത്തിലും ഒരു ഗംഭീര സർപ്രൈസ് ഉണ്ട്. സാക്ഷാൽ ദുൽഖർ സൽമാൻ ഈ ചിത്രത്തിൽ ക്യാമിയോ വേഷത്തിൽ എത്തുന്നുണ്ട്. അതുകൂടാതെ ഇതേ ചിത്രത്തിൽ തന്നെ ടൊവിനോയും എത്തിയേക്കാനുള്ള സാധ്യതയുണ്ട് എന്നാണ് പറയുന്നത്. അങ്ങനെ ഒരു ചിത്രത്തിൽ 2 ക്യാമിയോകൾ വരാൻ പോകുന്നു. ദുൽഖർ സൽമാന് തന്നെ ഒരു സൂപ്പർ ഹീറോ സിനിമാറ്റിക് യൂണിവേഴ്സ് ആണ് ഒരുങ്ങുന്നത്. ഇതിലേക്ക് ഏതാണ്ട് 6-7 പടങ്ങളുടെ വരവുണ്ട്. അതിൽ വരാൻ പോകുന്ന സിനിമകളിൽ ഹീറോയൊക്കെയായി എത്താൻ പോകുന്നത് ദുൽഖറും ടൊവിനോയും ഒക്കെ ആയിരിക്കും. അതിന്റെ കണക്ഷൻ ഈ ചിത്രത്തിലൂടെ തുടങ്ങുകയാണ്. അങ്ങനെ ചില സർപ്രൈസുകൾ നമ്മളെ കാത്തിരിക്കുന്നു എന്നതാണ് ഓണത്തിന് പറയാനുള്ളത്. ഓണത്തിന് ഇത് മാത്രമല്ല, ഇനി വരാൻ പോകുന്ന ചില സിനിമകളിലും വമ്പൻ സർപ്രൈസുകൾ ഇതേ ക്യാമിയോ, എക്സ്റ്റൻഡഡ് ക്യാമിയോ റോളുകളിൽ ഒളിഞ്ഞിരിപ്പുണ്ട്. ആസിഫ് അലി നായകനാകുന്ന ടിക്കി ടാക്ക എന്ന ചിത്രത്തിൽ പൃഥ്വിരാജിന്റെ ഒരു ക്യാമിയോ ഉണ്ട്. അതുപോലെ തന്നെ നമ്മൾ എല്ലാവരും ആകാംക്ഷയോടെ കാത്തിരിക്കുന്ന ദിലീപ് ചിത്രമായ പപ്പപ്പ എന്ന ചിത്രത്തിൽ മോഹൻലാലിന്റെ ക്യാമിയോ. അതാണ് സത്യം പറഞ്ഞാൽ ഏറ്റവും മാസ് രീതിയിൽ ഒരുക്കിക്കൊണ്ടിരിക്കുന്നത്. മോഹൻലാലിന്റെ ഡാൻസും ഫൈറ്റും ഒക്കെയായി ഗംഭീര ഒരു ക്യാമിയോ ആണ് പപ്പപ്പ എന്ന ചിത്രത്തിൽ അവർ തയ്യാറാക്കിക്കൊണ്ടിരിക്കുന്നത്. അതിന്റെ ഷൂട്ടിംഗ് അണിയറയിൽ നടക്കുകയാണ്. അങ്ങനെ ഒരു ലോഡ് വമ്പൻ സർപ്രൈസുകളുമായി ഓണവും അത് കഴിഞ്ഞും ചിത്രങ്ങൾ എത്തുകയാണ്. അതിനൊപ്പം തന്നെ ഈ സർപ്രൈസ് ലിസ്റ്റിൽ ചിലതൊന്നും അവസാനിക്കുന്നില്ല. ഓണത്തിന് ഇതിൽ കൂടുതൽ വലിയ സർപ്രൈസുകൾ ചിലപ്പോൾ നമ്മുടെ മുന്നിലേക്ക് എത്താനുള്ള സാധ്യത കഴിഞ്ഞ ദിവസം പറഞ്ഞു വെക്കുന്നതായി നമ്മൾ കണ്ടിരുന്നു. അത് സാക്ഷാൽ മോഹൻലാലിനെ കാണാനെത്തിയ ഫഹദ് ഫാസിലും മറ്റ് താരങ്ങളുമൊക്കെയാണ്. കഴിഞ്ഞ ദിവസം മോഹൻലാൽ ചിത്രമായ ഹൃദയപൂർവ്വത്തിന്റെ ടീസർ പുറത്തു വന്നിരുന്നു. ടീസറിലെ ഫഹദിന്റെ ഒരു റെഫറൻസ് സോഷ്യൽ മീഡിയയിൽ വൈറലാകുകയും ചെയ്തു. പിന്നീടാണ് ഫഹദിന്റെ ഈ ചിത്രത്തിലെ ക്യാമിയോയെ കുറിച്ചുള്ള സൂചനകൾ വന്നത്. ഇതൊക്കെ അറിയണമെങ്കിൽ സിനിമ ഇറങ്ങിയാലേ നമുക്ക് പറയാൻ പറ്റത്തുള്ളൂ ഫഹദ് യഥാർത്ഥത്തിൽ ഈ ചിത്രത്തിൽ ക്യാമിയോയിൽ എത്തുന്നുണ്ടോ എന്നതൊക്കെ. ഇതുവരെ അണിയറ പ്രവർത്തകരൊന്നും പുറത്തുവിട്ടിട്ടില്ല. സോഷ്യൽ മീഡിയയിലെ ട്രാക്കർമാരാണ് ഇങ്ങനെ ചില സർപ്രൈസുകൾ ഉണ്ട് എന്ന് പറഞ്ഞ് നമ്മുടെ മുന്നിലേക്ക് എത്തുന്നതും. മോഹൻലാലും ഫഹദും പക്ഷേ യഥാർത്ഥത്തിൽ ഒന്നിച്ചപ്പോൾ ആരാധകർക്ക്
ആരാധകർക്ക് കൗതുകവുമായി. ഫഹദിന്റെ സഹോദരനും നടനുമായ ഫർഹാൻ ഫാസിലും നസ്രിയും ഒക്കെ അടങ്ങുന്ന ആൾക്കാരാണ് മോഹൻലാലിന്റെ വസതിയിൽ എത്തിയിരിക്കുന്നത്. ഈ കണ്ടുമുട്ടൽ എന്തിനായിരിക്കും? അപ്പോഴാണ് ഓണത്തിന് ഫഹദും മോഹൻലാലും ഒക്കെ ചേർന്നുകൊണ്ട് വരുന്ന ഒരു അഭിമുഖം തന്നെ നടന്നേക്കാം എന്ന സാധ്യതയെക്കുറിച്ച് പറഞ്ഞു വെക്കുന്നത്. അങ്ങനെ നടന്നാൽ ഗംഭീരമാകും. കാരണം ഇരുവരുടെയും ചിത്രങ്ങൾ ഓണം റിലീസായി എത്തുന്നുണ്ടല്ലോ. അപ്പോൾ കമ്പൈൻ ചെയ്തുകൊണ്ട് തന്നെ ഒരു ഇന്റർവ്യൂ ഒക്കെ വന്നാൽ, ഒപ്പം തന്നെ ഫഹദിന്റെ റെഫറൻസ് മോഹൻലാലിന്റെ സിനിമയിലും മോഹൻലാലിന്റെ സിനിമയിൽ ഫഹദ് ഒരു ക്യാമിയോ ഒക്കെ ചെയ്യുന്നു എന്നതൊക്കെ കണക്ട് ചെയ്യുമ്പോൾ ഇരുവരും നമുക്കൊരു സർപ്രൈസ് നൽകിയേക്കും എന്നതൊക്കെയാണ് അതിൽ പറയാനുള്ളത്. ഇതൊക്കെ ഒരു ഭാഗത്ത് നിൽക്കുമ്പോഴും എ നൈറ്റ് ടു റിമെമ്പർ എന്ന ക്യാപ്ഷനോടെ ഫർഹാൻ ചിത്രങ്ങൾ പങ്കുവച്ചപ്പോഴാണ് പ്രേക്ഷകരൊക്കെ ഇത് അറിയുന്നതും കൗതുകമാകുന്നതും. പ്രണവ് മോഹൻലാൽ, നസ്രിയ, സുചിത്ര മോഹൻലാൽ എന്നിവരെ കൂടാതെ ഫഹദും ഫർഹാനും ഒക്കെ നിൽക്കുന്ന ചിത്രങ്ങൾ വളരെ കൗതുകം ജനിപ്പിക്കുന്നതാണ്. നിരവധി പേരാണ് പോസ്റ്റിന് താഴെ കമന്റുകളുമായി കഴിഞ്ഞ ദിവസം എത്തിയത്. പ്രമോഷൻ തന്നെ ലാലേട്ടനെ വിളിച്ച് ആഘോഷിക്കുന്ന ഫഹദ്, ദേ സീനിയർ ആക്ടറും ഫഫയും എന്നിങ്ങനെയാണ് പോസ്റ്റിന് താഴെ വരുന്ന രസകരമായ കമന്റുകൾ. മോഹൻലാലിനോട് ഒരു ഹിന്ദി ഭാഷക്കാരൻ മലയാള സിനിമ ആരാധകനാണെന്നും ഫഫയാണ് ഏറ്റവും കൂടുതൽ ഇഷ്ടമെന്നും ടീസറിൽ പറയുന്നുണ്ട്. മോഹൻലാൽ ആരാണ് ഫഫ എന്ന് ചോദിക്കുന്നത്. അപ്പോൾ ഫഹദ് ഫാസിൽ എന്ന് മറ്റേയാൾ ഉത്തരവും പറയുന്നു. മലയാളത്തിൽ വേറെയും സീനിയർ നടന്മാരുണ്ടെന്നും മോഹൻലാൽ പറയുന്നുണ്ട്. അപ്പോൾ ഇല്ല, ഒള്ളി ഫാഫ എന്ന് മറ്റേയാൾ മറുപടി നൽകുന്നതായിരുന്നു ടീസറിലെ ഏറ്റവും കൗതുകം ജനിപ്പിക്കുന്ന ഭാഗം. ഇതൊക്കെ തിയേറ്ററിൽ ഉണ്ടാക്കാൻ പോകുന്ന ഓളത്തെക്കുറിച്ചാണ് പ്രേക്ഷകർ പിന്നീട് ചർച്ച ചെയ്തത്. അപ്പോഴാണ് ഇരുവരും ഒരുമിച്ചെത്തിയ കാഴ്ചകൾ അവർ കാണുന്നതും. അപ്പോൾ ഈ കണ്ടുമുട്ടൽ എന്തിനായിരിക്കും എന്ന ചർച്ചകൾ കൊഴുത്തപ്പോഴാണ് ഇങ്ങനെ ഇന്റർവ്യൂവിന്റെയും മറ്റ് ചില സർപ്രൈസുകളുടെയും കാര്യങ്ങളൊക്കെ സോഷ്യൽ മീഡിയയിൽ പൊങ്ങി വന്നതും. എന്തായാലും എന്തൊക്കെയോ സാധനങ്ങൾ ഓണത്തിന് നമ്മുടെ മുന്നിലേക്ക് വരുന്നുണ്ട്. എന്തായാലും ഒരു സർപ്രൈസ് ഓഗസ്റ്റ് 28 ഓണം റിലീസായി നമ്മുടെ മുന്നിലേക്ക് എത്തുകയാണ് ഹൃദയപൂർവ്വം. അതിൽ എന്തൊക്കെ സർപ്രൈസുകളാണ് ഒളിപ്പിച്ചു വെച്ചിരിക്കുന്നതെന്ന് അന്ന് നമുക്കറിയാം. എന്തായാലും നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, അതിനൊപ്പം തന്നെ ഹൈപ്പും ചെയ്യുക.